ഒരു ലിറ്റർ പെട്രോളിന് $4, $4.5 വരെ എത്തിയിരിക്കുന്നു. അമേരിക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് വിലക്കയറ്റം താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള വിലക്കയറ്റം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ വരുന്നു. അപ്പം അതുകൊണ്ട് റഷ്യക്ക് ഇത് വലിയ നേട്ടമാണ്. കാരണം റഷ്യൻ എണ്ണ വാങ്ങാൻ ഇഷ്ടംപോലെ ആളുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നേട്ടമുള്ള രാജ്യങ്ങളൊന്നും ഇറാൻ തന്നെയാണ്. കാരണം ഇറാൻ്റെ എണ്ണയ്ക്ക് ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയെങ്കിലും ആ എണ്ണ പല വിധത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിറ്റഴിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഹോർമുസ് കടലിടുക്ക് വഴിയും അല്ലാതെയും കരവഴിയും മറ്റു മേഖലകളിലൂടെയും വൻതോതിൽ ലോകത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ ഇറാനിയൻ എണ്ണ കയറ്റുമതി ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. ആ എണ്ണയ്ക്ക് കൃത്യമായിട്ട് പണം അവർക്ക് കിട്ടുന്നുണ്ട്. ആ പണം ഉപയോഗിച്ച് യുദ്ധാവശ്യങ്ങൾക്ക് നിർവഹിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ സത്യത്തിൽ ഇതിൻ്റെ നഷ്ടം വന്നിരിക്കുന്നത് അമേരിക്കയ്ക്കും അമേരിക്കയുടെ സഖ്യകക്ഷികളായ സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ പല രാജ്യങ്ങൾക്കുമാണ്. കാരണം ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുടെ നേരെയാണ് ഇറാൻ ഏറ്റവും കൂടുതൽ ആയുധം പ്രയോഗിച്ചത്. ഇറാൻ്റെ ആയുധങ്ങൾ, ബോംബുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ വന്ന് പതിച്ച് അവിടെയുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ എത്രയാണ് എന്ന് ഇതുവരെ അമേരിക്കക്കാർ കണക്ക് പറഞ്ഞിട്ടില്ല. കണക്ക് ഒരു ജനറലായിട്ട് $25 ബില്യൺ നഷ്ടം എന്ന് മാത്രമാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ സൈനിക കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ സൈനിക കേന്ദ്രം ഉണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല എന്നിപ്പോൾ ഈ നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. കുവൈത്ത്, സൗദി അറേബ്യ, ഖത്തർ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും ഈ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളാണ്. അവിടെയൊക്കെ വലിയ കാശ് അവർ അതിനുവേണ്ടി ചിലവാക്കുന്നുണ്ട്. അമേരിക്കയുടെ സേന തങ്ങൾക്ക് സുരക്ഷിതത്വം നൽകും എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. ഇപ്പം എന്താണ്, അമേരിക്കയുടെ സേനയ്ക്ക് സ്വന്തം അമേരിക്കൻ പട്ടാളക്കാരെ പോലും രക്ഷിക്കാൻ ശേഷിയില്ല എന്ന് ഇപ്പോൾ ലോകം മുഴുക്കെ മനസ്സിലാക്കി.